മാന്നാറിൽ നിന്നും സോമനാഥിലേക്ക് ഭഗവാനെ പള്ളി ഉണർത്താൻ 1100 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ മണി തയ്യാറായിരിക്കുകയാണ്. സോമനാഥ് സ്വാഭിമാൻ പർവിൽ കേരളത്തിന്റെയും കയ്യൊപ്പ്. സോമനാഥ് സ്വാഭിമാൻ പർവിനെ അടയാളപ്പെടുത്താനുള്ള ഭീമൻ മണി നിർമ്മിച്ചത് വെങ്കല ഗ്രാമം എന്നറിയപ്പെടുന്ന ആലപ്പുഴയിലെ മാന്നാറിലെ ശില്പി രഘുനാഥനും സംഘവും ചേർന്നാണ് 1100 കിലോയോളം തൂക്കമുള്ള ഭീമൻ മണി നിർമ്മിച്ചിരിക്കുന്നത്. ഇവർ നിർമ്മിച്ച ഈ മണി ഇനി മുതൽ ഭഗവാൻ സോമനാഥനെ പള്ളി ഉണർത്തും. ഭഗവാനെ സമർപ്പിച്ച മണി ഉടൻ തന്നെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കും. ഇതുമായി ബന്ധപ്പെട്ട് BJP ആലപ്പുഴ സൗത്ത് അധ്യക്ഷൻ സന്ദീപ് വാചസ്പതിയാണ് മാന്നാറിന് കൈവരിച്ചിരിക്കുന്ന ഈ അപൂർവ ഭാഗ്യം സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. തളരാത്ത ഭാരതീയ വീര്യത്തിന്റെ പ്രതീകമാണ് സോമനാഥ ക്ഷേത്രം. 1000 വർഷം, അതായത് AD 1026 ഗുജറാത്തിലെ സോമനാഥ ക്ഷേത്രത്തിന് നേരെ ആദ്യ ആക്രമണമുണ്ടായത്. ഇസ്ലാമിക ശക്തികൾ തകർത്തെറിഞ്ഞ ക്ഷേത്രം ഓരോ തവണയും ഉയർത്തെഴുന്നേറ്റത് പോരാട്ട വീര്യത്തിന്റെ തെളിവാണ്. ക്ഷേത്രത്തിന് നേരെ ഉണ്ടായ ആദ്യ ആക്രമണത്തിന് 1000 വർഷം സോമനാഥ് സ്വാഭിമാൻ പർവ് എന്ന പേരിലാണ് രാഷ്ട്രം ആചരിക്കുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ 1951 നിലവിലുള്ള ക്ഷേത്രം പൂർണ്ണമായും പുനർനിർമ്മിച്ച് ഉദ്ഘാടനം ചെയ്തത്. സന്ദീപ് വാചസ്പതിയുടെ കുറിപ്പ് വായിക്കാം. സോമനാഥ് ക്ഷേത്രത്തിന് നേരെ ഉണ്ടായ ആദ്യ ആക്രമണത്തിന് 1000 വർഷം തികഞ്ഞത് ഈ വർഷമാണ്. ഈ ചരിത്ര മുഹൂർത്തം സോമനാഥ് സ്വാഭിമാൻ പർവ് എന്ന് പേരിട്ടാണ് രാഷ്ട്രം ആഘോഷിക്കുന്നത്. ഇതിനെ അടയാളപ്പെടുത്താൻ 1100 കിലോ തൂക്കമുള്ള ഭീമൻ മണിയാണ് ക്ഷേത്രത്തിൽ സ്ഥാപിക്കുന്നത്. അത് നിർമ്മിച്ച മാന്നാറിലെ ശില്പി രഘുനാഥൻ ചേട്ടനും സംഘത്തിനുമൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. കേരളത്തിന് തന്നെ അഭിമാനമായ ഇവർ നിർമ്മിച്ച മണി ഇനി മുതൽ ഭഗവാൻ സോമനാഥനെ പള്ളി ഉണർത്തും. ഭഗവാനെ സമർപ്പിച്ച മണി ഉടൻ തന്നെ ക്ഷേത്രത്തിൽ സ്ഥാപിക്കും. ലോഹഗ്രാമമായ മാന്നാറിലെ വിദഗ്ധരായ കലാകാരന്മാർ നിർമ്മിച്ച വസ്തുക്കൾ ലോകത്തിലെ വിവിധ ആരാധനാലയങ്ങൾ, ഹോട്ടലുകൾ, മ്യൂസിയങ്ങൾ എന്നിവിടങ്ങളിലുണ്ട്. പക്ഷെ അപ്പോഴും ഈ മേഖല ഊർദ്ധശ്വാസം വലിക്കുകയാണ് എന്നാണ് സന്ദീപ് വാചസ്പതി കുറിച്ചിരിക്കുന്നത്. പൂർണ്ണമായും മനുഷ്യ പ്രയത്നം കൊണ്ട് മാത്രമാണ് ഇവിടെ ഇത്രയും വലിയ നിർമ്മിതികൾ നടക്കുന്നത്. അത് തന്നെയാണ് മാന്നാറിന്റെ കരുത്തും പ്രത്യേകതയും. ഓരോ ശിവരാത്രിയിലും മഹാദേവനെ വെല്ലുവിളിച്ച മഹമ്മൂദ് ഗസ്നിയും ചത്തൊടുങ്ങിയ സൈന്യത്തെയും മറക്കാൻ പാടില്ല. ഹിന്ദുക്കളുടെ ദൈവമായ മഹാദേവനോട് യുദ്ധം ചെയ്ത മഹമ്മൂദ് ഗസ്നിയെ മറക്കാൻ ആർക്കും സാധ്യമല്ല. ശിവരാത്രി ദിനത്തിൽ സോമനാഥ് ക്ഷേത്രത്തെക്കുറിച്ച് ഓർക്കാത്തവരുണ്ടോ എന്ന് വേണം ചോദിക്കാൻ. സോമനാഥ് ഹിന്ദുക്കളുടെ ക്ഷേത്രം മാത്രമല്ല, ആത്മസാക്ഷാത്കാരത്തിനുള്ള പ്രധാന സ്ഥലം കൂടിയാണ്. മഹമ്മൂദ് ഗസ്നി യുദ്ധം ചെയ്തത് ഹിന്ദുക്കളോടല്ല, മറിച്ച് ഹിന്ദുക്കളുടെ ദൈവമായ മഹാദേവനോടാണ്. സൗരാഷ്ട്ര മേഖലയിൽ വരാവൽ സമീപമാണ് സോമനാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തലസ്ഥാന നഗരമായ അഹമ്മദാബാദിൽ നിന്നും ഏതാണ്ട് 400 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക്. നിരവധി തവണ തകർക്കപ്പെട്ട ഒപ്പം പുനർനിർമ്മിക്കപ്പെട്ടിട്ടുള്ള ക്ഷേത്രമാണിത്. ക്ഷേത്രത്തിന്റെ ആദ്യകാല രൂപം പണിതത് എപ്പോഴാണ് എന്ന് കൃത്യമായി നിർവചിക്കാനായിട്ടില്ല. എങ്കിലും 1-ാം നൂറ്റാണ്ടിലും 9-ാം നൂറ്റാണ്ടിലും ഇടയിലെപ്പോഴും സോളങ്കി രാജാക്കന്മാരാലാണ് ഈ മഹാക്ഷേത്രം നിർമ്മിക്കപ്പെട്ടത് എന്ന് പൊതുവെ കരുതപ്പെടുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മസ്.